പുഴകളും വിൽക്കും മുഖ്യമന്ത്രി. ഇന്ന് പുഴയെങ്കിൽ നാളെ കിണർ. പ്രതിപക്ഷ നേതാവ് നന്നായി. അപ്പൊ എന്റെ കിണറും വിറ്റ് ഈ സെറ്റപ്പും പൂട്ടി തീർത്ഥാടനത്തിന് പോയി ഗംഗയും മുങ്ങി മരി. അതം പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാ മതി. ഗംഗയൊക്കെ അപ്പൊ വല്ലവനും ശ്രീധരൻ കിട്ടിക്കാണും. കസ്റ്റമേഴ്സ് ആൻഡ് കടം പാർട്ടീസ്. ഇപ്പൊ ചിരിക്കണ്ട, അതിന് സമയം തരും, അപ്പൊ മതി. വിദ്യാഭ്യാസം പരിഷ്കരിക്കും മന്ത്രി. നമ്മുടെ പ്രാവിന്റെ കാര്യം വല്ലതും പത്രത്തിലുണ്ടോ ഉൾക്കരേട്ടാ? ഞാനും അത് തന്നെ ആലോചിക്കുന്നു. ഈ പ്രാവ് ഇതെങ്ങോട്ട് മുങ്ങി? ഇന്നലെ 5 കിലോ പഞ്ചസാര വാങ്ങിക്കാൻ പറഞ്ഞയച്ചാ ഇതുവരെ അവന്റെ പൊടി പോലും ഇല്ല. ആ പഞ്ചാരേട്ടന്റെ ചായ കുടിച്ചിട്ടുണ്ട് ഇവർക്ക് കക്കൂസിൽ പോവാൻ. സമയം തെറ്റിയ കക്കൂസും സർക്കാർ വല്ലവർക്കും വിൽക്കും. എവിടെ പോയതാ ഈ പ്രാവ്? പുഷ്കര, നീ ആ ചരമം വായിച്ചില്ലല്ലോടാ. കോന്ത്രാപ്പിന്നിപ്പറമ്പിൽ കൊച്ചുഗോപാലക്കുറുപ്പ് 84 നിര്യാതനായി. അത് ഞാനല്ലേ? അതെ. പലട്ടാ, പഴിയിലെങ്ങാനും നമ്മുടെ പ്രാവിനെ കണ്ടോ? കുറച്ചു മുമ്പ് സൈക്കിളിൽ ആകാശത്തേക്ക് പറക്കണണ്ടാ. എങ്കി ഭൂമി ലാൻഡ് ചെയ്യേണ്ട നേരായി. പോട്ടെ, ഇത്തിരി അർജന്റാ. എന്താ നിനക്ക് ഇത്ര അർജന്റ്? മേലെടുത്ത പങ്കജാക്ഷിയുടെ 2ാം കല്യാണത്തിനെ ടൗണിൽ നിന്ന് പൂമാലയും പൊക്കെ വാങ്ങാൻ ഏൽപ്പിച്ചതാ പ്രാവിനെ. രാവിലെ 9:30 മുഹൂർത്തം. മുഹൂർത്തത്തിന് എത്തിയില്ലെങ്കിലേ പങ്കജാക്ഷി പിന്നെ നാട്ടുകാർക്ക് പുലിവാലാവും. എന്താ പ്രാവേ, നീ ഇതെവിടെയാ? നമ്മടെ മാലോത്ത രാധാമണിക്ക് വാക്കൂണ്. 5-8 കൊല്ലത്തെ പ്രാർത്ഥനയുടെ ഫലല്ലേ. ഇനിയിപ്പൊ മാങ്ങ കിട്ടാണ്ട് വയറ്റിലുള്ള കുട്ടിക്ക് വല്ലതും പറ്റാലോ എന്ന് കരുതിയാ. നീ കണ്ടവളുമാരുടെ ഗർഭം നോക്കി നടന്നോ? നിന്നെ നോക്കി വയ്യാത്ത കാലം കൊണ്ടേ ഞാൻ എത്ര നടന്നു എന്ന് നിനക്കറിയോ? എന്തിനാ വല്യമ്മ ഈ വയ്യാത്ത കാലം കൊണ്ട് എടുത്തോണ്ട് വന്നേ? ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞയച്ചായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓടിയെത്തില്ലായിരുന്നോ? ഇത്തിരി ചാണകം നീ ആ വയലിലേക്ക് കൊണ്ടുവന്ന് തരോടാ. അവിടെ ഞാൻ കുറച്ച് മലക്കറി നട്ടിട്ടുണ്ടേ. അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാലോ. വാ, ഉറുമ്പ് പട്ടി കടിക്കുന്ന പോലെയാ. കൂലിയായിട്ട് കാശ് വേണ്ടെന്നല്ലേ ഉള്ളൂ നിനക്ക്. ഈ ചാണകം വിതറിയാല് ധാരാളം തണ്ണിമത്തനുണ്ടാവും എന്റെ വയലില്. അതിന്ന് മുഴുത്തൊരെണ്ണ എടുത്ത് നിനക്ക് ഞാൻ തരുന്നുണ്ടോ പ്രാവേ? അയ്യോ, അതെന്തിനാ വല്യമ്മേ, നമ്മള് ഫ്രീ സർവീസ് അല്ലേ. എങ്കി നിനക്ക് തരാനേ എന്റെ കയ്യിൽ ഒരു സംഗതി ഉണ്ട്. അതെന്താ? നീ നന്നായി വരും എന്നുള്ളൊരു അനുഗ്രഹം മതി. ഇക്കാലത്ത് അതാണല്ലോ കിട്ടാത്തത്, ആഗ്രഹവും അനുഗ്രഹവും. ഒന്ന് പിടിച്ചേൻ. കഷ്ടായി. എന്റെ പ്രാവേ, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി. പേടിപ്പിച്ചില്ലോടാ. അയ്യേ, ഏതായി ചാണക വല്യമ്മ? ചാണക വല്യമ്മേ, നിന്നെ തള്ള. നീ എന്തിനാണ് എന്നെ തിരക്കേ? അല്ല, ആ മേലെടുത്ത പങ്കജാക്ഷിയുടെ കല്യാണം. അത് നിന്നും സമയമുണ്ടല്ലോടാ. ആദ്യം പുഷ്കരേട്ടന്റെ ചായക്കട, അത് കഴിഞ്ഞ് മാലോത്ത ഗർഭിണി, പിന്നെ പോസ്റ്റ്മാൻ ഭാസ്കരന്റെ പാല് കാച്ചല്, അത് കഴിഞ്ഞ് പങ്കജാക്ഷി, അതിനിടയിലെ വല്യമ്മയുടെ ഒരു ചാണകം. എങ്കി ആ പൂമാലയും പൊക്കിങ്ങതാ. അയ്യോ, അത് ഞാൻ മാവും ചോട്ടില് സൈക്കിളുമേ. അവിടെ നല്ലടാ നിന്നെ വിളിച്ച് ഞാൻ ഈ തൊഴുത്തിലേക്ക് പോകുന്നത്. അപ്പൊ പിന്നെ പൊക്കിമാലും തൊഴുത്തിലുണ്ടാവും. എന്റെ അമ്മോ, പ്രാവേ, പ്രാവേ, ഒന്ന് വേഗം വാ. എന്താ? കുളിയൊക്കെ പിന്നെ മതി, വേഗം വാ. അമ്പാട്ട മുത്തശ്ശിക്ക് വല്ലതും പറ്റിയാവോ? അതൊന്നും അല്ലെന്നേ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയ്ക്ക് ഒരു അബദ്ധം പറ്റി. നമ്മുടെ സൗദാമിനി ചേച്ചിക്കോ? അന്ന് പറ്റിയതല്ല ഒന്ന് പറ്റത്, പിന്നെയും പറ്റിയോ? അതും ഈ പ്രായത്തില്? അതേന്നെ, അവര് കിണറ്റിൻകരയിൽ വാചകം അടിച്ചോണ്ട് നിൽക്കുമ്പോഴാ സംഭവം. ഛേ, വലിയ കഷ്ടായല്ലോ. എങ്കിൽ ബാക്കി കൂലി പ്രസിഡന്റ് കണക്റ്റിന്നാവാം. വാ. പ്രാവേ, ശരിക്കൊന്ന് മുങ്ങിത്തപ്പടാ. ഈ സൈഡിലോട്ട് വാ, അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. കുറച്ച് അപ്പുറത്തേക്ക് മാറി നോക്ക്, ഇവിടുന്ന് വീണ അവിടെ ഉണ്ടാവുക. സൗദാമിനി, പ്രാവല്ലേ കിണറ്റിൽ ഇറങ്ങിയിരിക്കുന്നേ, പിന്നെ നീ എന്തിനാ കരയുന്നത്? എന്നാലും എന്റെ നാരായണേട്ട, നമ്മുടെ കല്യാണം കഴിഞ്ഞ് 25 വർഷം തികയണ അന്ന് തന്നെ എന്റെ താലിമാല വീഴാന്ന് വെച്ചാ എന്താ അതിന്റെ അർത്ഥം? എന്തോ ഒരു പ്രശ്നം നമ്മുടെ ദാമ്പത്യത്തിൽ ഉണ്ടാവുന്നല്ലേ. എന്തായാലും ഇന്ന് എന്നെ രാഘവൻ ജോത്സ്യരെ കണ്ട് പ്രശ്നം വെപ്പിച്ചേ പറ്റൂ. ഒരു വീക്ക് വെച്ചിരുന്നു ഞാൻ. മാലകളത്ത് കളഞ്ഞം പോരാ, ഇത് ജോത്സ്യർക്ക് കാശ് കൊടുക്കാത്തതിന് കുറവേ ഉള്ളൂ. കണ്ടില്ലേ, ആ താലി വീണ് പോയപ്പോഴേ സ്വഭാവം മാറിയത് കണ്ടില്ലേ? ഇന്ന് വരെ എന്നോട് മറുത്തൊരക്ഷരം പറയാത്ത ആളാ. എന്റെ സൗദാമിനി, ഒന്നില്ലേലും നീ ഒരു ടീച്ചറല്ലേ, കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ കരയാനോ? എന്നാലും എന്റെ ശാരദ, ഇതൊക്കെ കേൾക്കുമ്പോ
ബാല കിട്ടി. ദാ പ്രാവേ പതുക്കെ കയറി പിടിച്ച് കയറി വാടാ. ഇല്ല ഞാനിവിടെ താമസിക്കാൻ പോവാ. ഇപ്പൊ എന്തായി? എന്താവാനാ, ഗുരുവായൂരും കൊല്ലൂരും മുകാംബികയിലൊക്കെ വഴിപാട് നേർന്നിട്ടാ കിട്ടിയത്, വെറുതെ അല്ല. നാരായണേട്ടാ, നമ്മൾ എവിടേക്കാ ആദ്യം പോവാ? കൊല്ലൂരോ അതോ ഗുരുവായൂർക്കോ? ഇതിലും ഭേദം മാല കടത്തി കിടക്കുകയായിരുന്നു. അതാ ലാഭം. എന്താ? ദീർഘസുമംഗലി ഭവ. ഗുരുവായൂരപ്പനെ രക്ഷിച്ചത്. അന്ന് മാലവുമ്പോ ഗുരുവായൂരപ്പനെ വിളിക്കും, പുള്ളിക്കാരൻ ഇറങ്ങി എടുത്തു തരും. അല്ല പിന്നെ കഷ്ടപ്പെട്ട് എടുത്തും പോരെ, ക്രെഡിറ്റ് മുഴുവൻ ഗുരുവായൂരപ്പന്. എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. അയ്യോ, ഊണിന് ഗോപാലന്റെ വീട്ടിൽ ചെല്ലാന്ന് വാക്കൊടുത്തു പോയി. അവരവിടെ കാത്തിരിക്കണ്ടാവും. നമ്മുടെ ഫിഷാ. അയ്യോ, ദുബായിന്ന് വന്ന മമ്മദിന് ഒരേ നിർബന്ധം, ഇന്ന് രാത്രി ഊണ് അവിടെ നിന്നാവാന്ന്. അവിടെ കോഴിയാ. ഓ, ഒരു മിനിസ്റ്ററേക്കാളും പരിപാടിയാണല്ലോ നിനക്ക്. ശരി, നീ നിന്റെ സൗകര്യം പോലെ വാ. ഒഴിവ് പോലെ നമുക്ക് ഇവിടുന്ന് മട്ടനാവാന്നേ. ഇവന്റെ ഒരു കാര്യം. പഴം രണ്ടല്ലേ? അച്ഛാന്ന് വിളിയടാ. നിന്റെ അമ്മ ഹിന്ദിക്കാരിയാണെന്ന് വെച്ച് ഞാൻ ഹിന്ദിക്കാരനല്ല. ഒപ്പിടാൻ പറ്റിയ ഒരു കാർഡ് ദേ, മലയാളത്തിന് 9. അതോ മൊട്ടയ്ക്ക് നീ ഒരു വാലിട്ടതോ? നീയൊക്കെ എപ്പോഴാടാ മലയാളം തെറ്റുകൂടാ 4 അക്ഷരം എഴുതാൻ പഠിക്കുന്നത്? അവന്റെ ഹിന്ദി അമ്മയുടെ പ്രോഗ്രസ് കാർഡ്. രാവിലെ തന്നെ പ്രശ്നം കൂടിയോ? എങ്ങനെ കൂടാതിരിക്കൂടോ? ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡിൽ നിന്ന് ലീക്കായ ഗ്യാസിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ആ ദിവസം നിലവിളിയോടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്റെ മുറി കയറി വന്നവളാ എവള് വിത്ത് ദിസ്. ഇവൾ എന്താ അവിടെ കാലുകുത്തിയോ അന്ന് എന്റെ ലൈഫിന്റെ ഗ്യാസ് ലീക്കായി. അവിടുന്ന് ലീക്കായ ഗ്യാസാ ഈ നിൽക്കുന്ന 2 കുറ്റികള്. അതിലിപ്പോ എന്താ പ്രശ്നം? ഭോപ്പാലിലെ ഒരു മുഖർജി പയ്യനെ പ്രേമിച്ച് കല്യാണം ഉറപ്പിച്ച പെണ്ണായിരുന്നു ഇവള്. നിർത്ത്, എന്നിട്ട് കാര്യം പറ. ആ മുഖർജി തെണ്ടി ഇവളെ ഇവിടെ അന്വേഷിച്ചു വരുമെന്നാണ് ഇപ്പോഴും ഇവിടെ വിശ്വാസം. പച്ചക്കല്ല് വൈരക്കല്ല്. എടോ പ്രാവേ, നീ ഇവളെയും കൊണ്ട് ഭോപ്പാലിൽ പോയി ആ മുഖർജിയെ കണ്ടുപിടിച്ച കൊടുത്തേക്ക്. നിനക്കൊരു ഓൾ ഇന്ത്യ ടൂറുമായി കുറച്ച് കാശും ചെലവാവും. ഇടപാട് നഹി, ചേട്ടൻ തന്നെ നോക്കിയാ മതി. ഇവൻ ഹിന്ദിയാണോ? കിട്ടി. അയ്യോ, പോസ്റ്റർ അമിതാഭ് ബച്ചൻ, അയാളും ഹിന്ദി. ഫലമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. സുപ്രഭാതം പാടേണ്ട സമയത്താണ് അവിടെ മുടിഞ്ഞ ഹിന്ദി പാട്ട്. നമസ്കാരം. എന്താ പ്രസിഡന്റ്, വീട്ടു സാധനങ്ങളുമായിട്ട് വിൽക്കാൻ കൊണ്ടുപോവാണോ? എന്താണോ പൂക്കോത്തെ ഞങ്ങളുടെ തറവാട്ടിലേക്ക് പുതിയ താമസക്കാരെ കൊണ്ട് പോവുക. അയ്യോ, തറവാട് വാടകയ്ക്ക് കൊടുത്ത ആ വാടക പണം വാങ്ങി ഞണ്ണേണ്ട ഗതികേട് വന്നോ പ്രസിഡന്റ്? എന്റെ പുഷ്കര, നിന്റെ ഈ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള തമാശകള് സൗദാമിനിയുടെ നിർബന്ധമാണ്. ആൾപെരുമാറ്റം ഉണ്ടായാൽ തറവാട് നശിക്കാതെ കിടക്കുമെന്ന്. അല്ലാതെ വാടക എനിക്കെന്തിനാടൂ? ആരാ പുതിയ താമസക്കാരൻ? ഒരു ടീച്ചറാ. ഹിന്ദി ടീച്ചറാണോ? ടീച്ചറെ, ഒന്നിങ്ങോട്ട് ഇറങ്ങിക്കേ. പുതിയ താമസക്കാരെ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. സൗദാമിനിയും ഈ രാധ ടീച്ചറും 4-5 വർഷം മുമ്പ് പെരിങ്ങത്തൂർ UP സ്കൂളിൽ ഒരുമിച്ച് ജോലി ചെയ്തതാ. അന്ന് സൗദാമിന് താമസിച്ചിരുന്നത് രാധ ടീച്ചറിന്റെ വീട്ടിലാ. ഇപ്പൊ ടീച്ചർക്ക് ഒറ്റപ്പാലത്തേക്ക് മാറ്റം കിട്ടിയപ്പോ പഴയ കടമൊന്ന് വീട്ടാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. ഞാൻ വരട്ടെ? ചായ എടുക്കട്ടെ? അയ്യേ, വേണ്ട വേണ്ട. പറയാമെന്ന കാര്യം അങ്ങ് മറന്നുപോയി. നമുക്ക് ഈ സാധനങ്ങളൊക്കെ താഴത്തേക്ക് ഇറക്കണ്ടേ? പ്രാവ് എവിടെ? രാവിലത്തെ സൈക്കിൾ സവാരി കഴിഞ്ഞ് എത്തിയിട്ടില്ല. പ്രസിഡന്റ് ധൈര്യമായിട്ട് പൊക്കോളൂ, അവനങ്ങ് വന്നോളൂ. ടീച്ചർ കയറി. അത് കയറി പോടി. അച്ചി ഔരത്ത്. നമസ്കാരം. ഇതാ നിന്റെ കൂട്ടുകാരിയെ സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. എത്ര വർഷമായി നിന്നെ കണ്ടിട്ട്. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഒരു കുഴപ്പമുണ്ടായില്ല ചേച്ചി. മോൻ ഛർദിക്കാന്ന് വിചാരിച്ചൊരു നാരങ്ങ കരുതിയിരുന്നു. ഭാഗ്യത്തിന് അതും ഉണ്ടായില്ല. എന്താ മോന്റെ പേര്? മനു. നിനക്ക് വലിയ മാറ്റമൊന്നുമില്ല. നിന്നെ കല്യാണത്തിന് മുമ്പ് കണ്ടതല്ലേ? 5-6 വർഷം കൊണ്ട് ചേച്ചി കൊണ്ടുപോലായിട്ടുണ്ട്. മനസ്സിൽ വിചാരിച്ചപ്പോഴേ നമ്മുടെ പ്രാവെത്തിയല്ലോ.
നിനക്ക് പെരുമാറാൻ ഒരു വീടും കൂടി ദാ ഇത് രാധ ടീച്ചർ. പ്രാവോ? ആ ഇതാണ് സാക്ഷാൽ പ്രാവ്. എവിടുന്നോ പറന്നു വന്നു. വീടുമില്ല കൂടുമില്ല, ഒന്നും വിതയ്ക്കുന്നുമില്ല കൊയ്യുന്നുമില്ല. ശാന്ത സ്വഭാവം. നോക്കി നിൽക്കാതെ ആ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കേ. ഹലോ എടാ സൂക്ഷിച്ചിറക്കണേ, പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ദേ ആദ്യം ആ ടി വി കൊണ്ട് ഇറക്ക്. ദാ പുറകിലിരിക്കുന്ന മേശ ഇറക്കിയാൽ സോഫ സെറ്റ് എടുക്കാൻ എളുപ്പാ. നിർദ്ദേശം കൊടുക്കാണ്ട് 1-2 കസേരകൾ തന്നെത്താൻ ഇറക്കി വെച്ചാ ആ പ്രസിഡന്റ് സ്ഥാനം തെറിക്കൊന്നും ഇല്ല. പിന്നെ വേണ്ടി വന്നാൽ ഒരു അലമാര ഞാൻ ഒറ്റയ്ക്ക് എടുത്തിറക്കും. എനിക്ക് ഇപ്പോഴും ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. ബുദ്ധിയും ഇല്ല. നിങ്ങൾ ചെന്നൊന്ന് സഹായിക്കാൻ നോക്കാം. ആ. വാ ടീച്ചറെ നമുക്ക് ആ വീട് ഇറക്കിറക്ക് ഇറക്കേ. അയ്യോ എടാ പ്രാവേ, എന്റെ പെടലി ഒടിഞ്ഞു. പിന്നെ അടുക്കളയിൽ സൗകര്യങ്ങളില്ലാന്ന് കരുതി വിരുന്നൊരുക്കാൻ മടിക്കണ്ട കേട്ടോ. എവിടെ വെക്കണ്ടേ? അങ്ങോട്ട് വെച്ചോളൂ. വണ്ടിക്കാരന് വലിയ ധൃതി. വേറെ ട്രിപ്പ് ഉണ്ട് അത്ര. 5 മിനിറ്റ് കൊണ്ട് ഞാൻ കാലിയാക്കി തരാന്ന് പറഞ്ഞപ്പോഴാ അവന്റെ മുഖം ഒന്ന് തെളിഞ്ഞ. നീ പറഞ്ഞ പിന്നെ അച്ചിട്ടല്ലേ. സത്യത്തിൽ ഇത്രയും സൗകര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കൂട്ടുകുടുംബായി ഞങ്ങള് താമസിച്ചിരുന്ന തറവാടല്ലേ. അവസാനം ഭാഗം വെച്ചപ്പോ വീട് മൂപ്പരുടെ അനിയനെ കിട്ടിയത്. അവനും ഭാര്യയൊക്കെ ഇപ്പൊ ഗൾഫിലാ. പൊടി പിടിച്ച് നശിച്ചു പോവാണ്ടിരിക്കാൻ അടിച്ചു വൃത്തിയാക്കണ ജോലിയൊക്കെ ഞങ്ങൾക്കും. ഇപ്പൊ എനിക്ക് സമാധാനായി. ഒരാളെനക്കൊക്കെ ഉണ്ടാവുമല്ലോ. കാണാൻ ഇത്തിരി വിസ്താരമൊക്കെ ഉണ്ടെങ്കിലും തറവാട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ. ബാക്കിയൊക്കെ അനിയന്റെ ബാഗും സാധനങ്ങളും അട്ടിയിട്ടിരിക്കുക. അതിനെന്താ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു റൂം തന്നെ അധികമല്ലേ. ആ കണ്ണമ്പിള്ളേര് വീട്ടിലിത്തിരി പണിയുണ്ടേ. അപ്പൊ ഞാൻ പോട്ടെ പ്രസിഡന്റ്. വരട്ടെ. അല്ല കൂലി എത്രയാണ് എന്റെ ചോദിച്ചാ? ടീച്ചറെ കൂലിയോ? അവനോ? ഒന്ന് പറഞ്ഞു കൊടുക്ക് സൗദാമിനി. അവൻ എന്തിനാ കാശ്? ഈ നാട്ടിലെ ഏത് വീട്ടിൽ അവന് ശാപ്പാട് ഫ്രീയാ. വല്ലപ്പോഴും അവൻ ഇവിടെ വരും. അപ്പൊ ഒന്ന് ഗവനിച്ചാ മതി. ഓ അതിനെന്താ? അല്ല മൂപ്പര് ഇതുവരെ എത്തിയില്ലല്ലോ. ആര്? രാധയുടെ ഹസ്ബൻഡേ. നിന്റെ വിവാഹത്തിന് ശേഷം നമ്മള് പിന്നെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കാ, ഭർത്താവായിട്ട് രസക്കേട് വല്ലതും? ഏയ് ഒരു രസക്കേടുമില്ല. അതെന്താ ചേച്ചി അങ്ങനെ അല്ല ചോദിച്ചേ? ഭാര്യയും കുട്ടിയെ ഒറ്റ കന്യനാട്ടിലേക്ക് വിട്ടിട്ട് മൂപ്പരെ ഇതുവരെ കണ്ടില്ല. അതെ. ഇന്ന് വരുമെന്നാ പറഞ്ഞിരുന്നത്. തിരക്കല്ലേ, എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടാവും. ഇന്ന് എറണാകുളത്താണെങ്കിൽ നാളെ തിരുവനന്തപുരത്തെ ആള്. മൂപ്പർക്ക് എന്താ പണി? എഴുത്തല്ലേ എഴുത്ത്. ഓ ആധാര എഴുത്തുകാർക്ക് ഇത്രയും തിരക്കുണ്ടാവുമോ? ഈ അങ്കിളിന് ഒന്നും അറിയില്ല. സിനിമ കഥ എഴുതുന്ന ആളാ അച്ഛൻ. ദാ ഇതില് പടമുണ്ട് നോക്ക്. എവിടെ? ഇതാ അച്ഛൻ. ആ പ്രശസ്ത തിരക്കഥാകൃത്ത് ഹരികൃഷ്ണൻ. ശിവശിവ, ഇത്രയും വലിയൊരു മനുഷ്യന്റെ കുടുംബമാണല്ലോ ഈ തറവാട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നത്. ഈ തറവാടിന്റെ സുഹൃതം. സാറേ സാറേ സാറ് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങട്ടെ. താങ്ക് യു. കാശെടു. എത്രയായി? 50 രൂപ. അയ്യോ എന്റെ പേഴ്സ് കാണുന്നില്ല. ഒന്നുകൂടി നോക്ക് സാറേ, കാണാതെ എവിടെ പോവാനാ? കാണുന്നില്ല. ദേ വേഷം കെട്ട് നമ്മുടെ എടുക്കരുതേ. കാശെടു കാശെടു. സത്യമായിട്ട് എന്റെ കാശില്ല. കാശില്ലേ? കാശില്ലെങ്കിൽ നടന്നു പോരണം. തന്റെ അപ്പന്റെ മമ്മിന്നാണോ ഞങ്ങൾ ഡീസൽ അടിക്കുന്നത്? രാത്രിയിൽ മനുഷ്യത്വം വിചാരിച്ച് വണ്ടിത്താവളത്തിൽ നിന്ന് കയറ്റിയതും പോരാ, വേല ഇറക്കുന്നു. കാശില്ലെങ്കിലേ വാച്ച് തരാൻ പറ്റില്ല. പ്രസന്റേഷൻ കിട്ടിയ വാച്ചാ. പിന്നെ തന്നെ കോണോട് അഴിക്കട്ടെ. കോണ് കഴിക്കാൻ വരട്ടെ. കോണൊക്കെ മഴിക്കരുത്. കാശല്ലേ വേണ്ടി. എത്ര വെച്ചെടുത്തിട്ട് ബാക്കിയിടും. അല്ലെങ്കിൽ വേണ്ട മുഴുവൻ വെച്ചോളൂ. സാർ ഇങ്ങോട്ട് വന്നേ. നീ കാരണം ലോറിക്കാരന്റെ മുമ്പിൽ ഞാൻ മാനം കെട്ടില്ലടാ. നീ എപ്പോഴാണ് എന്റെ പേഴ്സ് അടിച്ചു മാറ്റിയത്? അയ്യോ അടിച്ചു മാറ്റിയതല്ല. വണ്ടിത്താവളത്തിൽ വെച്ച് സാറിന്റെ പേഴ്സ് താഴെ വീണപ്പോ ഞാനെടുത്ത് ഭദ്രമാക്കി വെച്ചു എന്നുള്ള നേരാ. അത് ഉത്തരവാദിത്തമുള്ള ഡ്രൈവറെ കടമയില്ലേ സാറേ? കടമ. ആ ലോറിയുടെ പുറകെ തന്നെ കാർ വിടാൻ പറഞ്ഞിട്ട് നിന്നെ പൊണ്ടാറടങ്ങനെ എവിടെ പോയി കിടന്നു? ഒരു നല്ല തട്ട് കണ്ടപ്പോ എന്റെ കൺട്രോൾ പോയി. ചൂട് ദോശയും ചമ്മന്തിയുടെ കുഴച്ചടിച്ചിട്ട് നോക്കിയപ്പോ ലോറി മുമ്പ് കാണാനില്ല. എന്നാലെന്ത് ഞാൻ കൃത്യസമയത്തൊന്നും സാറിന്റെ മാനം കാത്തില്ലേ? പക്ഷെ അവരെ മുമ്പ് വെച്ച് സാറ് എന്റെ മാനം കളഞ്ഞു. നീ വണ്ടി കയറി. മൈ ഫെയ്ത്ത്. വണ്ടിത്താവളത്തെ അനുഭവങ്ങളും എല്ലാം പുതിയ കഥയ്ക്ക് ഗുണം ചെയ്യോ സാറേ? ഓ ലോറിക്കാരുടെ കുറെ സംഭവങ്ങൾ കിട്ടിയെന്നല്ലാതെ കഥയൊന്നും ശരിയാവും തോന്നുന്നില്ലടാ. നീ വണ്ടി എടുക്ക്. ഓക്കേ, ഐ വിൽ മാനേജ്. സാറിന്റെ ഇപ്പോഴത്തെ മാനസികത എനിക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറ് ഭയങ്കര ഹാപ്പി ആവും. എന്താടാ? പതിവിന് വിപരീതമായി ഇക്കുറി ഞാനൊരു കഥ ആലോചിച്ച് സാറിന് തന്നാലോ? അല്ലെങ്കിൽ വേണ്ട. ചിലപ്പോ സാറിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ വണ്ടി എടുക്കടാ.